മൊഡ്യൂൾ 3-ലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെഡിമെൻറ്റേഷൻ ടാങ്കും അതുപോലെ തന്നെ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയാസുമാണ് ഈ ഒരു സെക്ഷനിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ എന്താണ് അവിടെ ഫങ്ഷനിങ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ സെറ്റിലബിൾ ആയിട്ടുള്ള മാറ്റേഴ്സിനെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ വാട്ടറിൽ ഉള്ള വേസ്റ്റ് മാറ്റേഴ്സിനെ സെറ്റിലബിൾ ആയിട്ടുള്ള വേസ്റ്റ് മാറ്റേഴ്സിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന മെത്തേഡ്സിൽ ചെയ്യുന്നത്. സോ ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് റിസർവോയേഴ്സിൽ, അതായത് നമ്മൾ ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് വഴി കളക്ട് ചെയ്യുന്ന വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് റിസർവോയറിൽ ഒരു പരിധി വരെ വെള്ളം അതിൻ്റെ വെലോസിറ്റി മാനേജ് ചെയ്ത് നിർത്താൻ പറ്റുമെങ്കിലും അവിടെ നമുക്ക് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇഫക്റ്റീവായിട്ട് നടത്താൻ സാധിക്കില്ല. കാരണം ഒന്ന്, ഡെൻസിറ്റി കറൻറ്റ്സ്, അതുപോലെ തന്നെ ടർബുലൻസ് ബൈ വിൻഡ്സ്, ഇത് രണ്ടിൻ്റെ ഒരു കാരണം കൊണ്ട് നമുക്ക് ഒരു നോർമൽ വാട്ടർ സ്റ്റോറേജ് റിസർവോയറിൽ സെഡിമെൻറ്റേഷൻ എന്നൊരു പ്രോസസ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ വിൻഡിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആയിട്ട് വരുന്ന ടർബുലൻസ്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സ് കാരണം വരുന്ന ഡെൻസിറ്റി കറൻറ്റ്സ്, ഇത് മൂലം നമുക്ക് ആ ഒരു ഡിറ്റൻഷനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ റെഡ്യൂസ് ചെയ്ത് റിട്ടാർഡ് ചെയ്ത് നമുക്ക് ഒരു സെറ്റിലിംഗ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് സെഡിമെൻറ്റേഷൻ എന്ന പ്രോസസ്സ് സക്സസ്ഫുള്ളി മീറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു സ്പെഷ്യലി ഡിസൈൻഡ് സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ആവശ്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് സക്സസ്ഫുള്ളി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സെഡിമെൻറ്റേഷൻ ടാങ്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്ക് ഡിസൈൻ ചെയ്തിട്ട് അവിടെയാണ് ഈ ഒരു സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ സക്സസ്ഫുള്ളി നടത്തുന്നത്. നമ്മുടെ ഒരു ഇത്തരത്തിലുള്ളൊരു ടാങ്കിൽ വെള്ളത്തിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്ത് അവിടെയുള്ള സെറ്റിലബിൾ മാറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുമ്പോൾ മെയിൻലി കൺസിഡർ ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് ആണ് വെലോസിറ്റി ഓഫ് ഫ്ലോ ആൻഡ് ഷേപ്പ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇത് രണ്ടും നമുക്ക് നമ്മുടെ ടാങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫോഴ്സസ് ആണ്. അതായത് ഫ്ലോ വെലോസിറ്റി നമുക്ക് മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാങ്കിൻ്റെ ഫ്ലോയിങ് ഡയറക്ഷനിലുള്ള ലെങ്ത്ത് ഇൻക്രീസ് ചെയ്താൽ തന്നെ നമുക്ക് ഫ്ലോ വെലോസിറ്റി കുറയ്ക്കാൻ സാധിക്കും. വിഡ്ത്ത് കുറച്ച് ഒരു നാരോ ട്രാക്ക് ആണെങ്കിൽ നമുക്ക് വെലോസിറ്റി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഷേപ്പ്, സൈസ്, ഈ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമുക്കവിടെ ഫ്ലോക്കുലൻസ് അല്ലെങ്കിൽ കെമിക്കൽ ഏജൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് അല്ലെങ്കിൽ സൈസ് എൻഹാൻസ് ചെയ്ത് സെറ്റിലിംഗ് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്ന നെക്സ്റ്റ് ടൈപ്പ് പ്രോസസ്സിലാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയെ ബാലൻസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ബേസിക്കലി വെലോസിറ്റി അതുപോലെ തന്നെ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് പാർട്ടിക്കിൾസ്, ഇത് രണ്ടും നമുക്ക് മാനേജബിൾ ആണ്. പക്ഷേ തേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് വാട്ടർ ഓർ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. ഇത് രണ്ടും അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ സിംപ്ലി ഇറ്റ് ഈസ് അൺകൺട്രോൾഡ്. പ്രാക്ടിക്കലി അത് രണ്ടും നമുക്ക് കൺട്രോളബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാക്ടറിൻ്റെ ബേസിസിൽ നമുക്ക് സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു വർക്കിംഗ് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് വെലോസിറ്റി
റിഡ്യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു ഡിറ്റൻഷൻ അല്ലെങ്കിൽ ഡിറ്റൈനിങ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ടാങ്ക് അല്ലെങ്കിൽ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിൽ വെള്ളത്തിന് മാക്സിമം റിക്വയർഡ് ആയിട്ടുള്ള ടൈം മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റിലബിൾ പാർട്ടിക്കിൾസിന് സെറ്റിലിംഗ് നടക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം കൊടുക്കാൻ സാധിക്കും. സോ അത്തരത്തിൽ ഒരു സെറ്റിലിംഗ് പ്രോസസ്സ് നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാങ്കിനാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. സോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ഏജൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയും. കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ നോർമലി സെഡിമെൻറ്റേഷൻ പ്രോസസ്സാണ് നടക്കുന്നതെങ്കിൽ നമ്മളതിനെ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയും. ഓക്കെ, നൗ ഈ ഒരു സെഡിമെൻറ്റേഷൻ ബേസിൻസ് ജനറലി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇത് റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. റെക്റ്റാങ്കുലർ കേസിൽ ലോങ് നാരോ റെക്റ്റാങ്കുലർ ടാങ്ക്സ് വിത്ത് ഹൊറിസോണ്ടൽ ഫ്ലോ ആണ് നമ്മൾ ജനറലി പ്രിഫർ ചെയ്യുന്നത് ഇൻ കമ്പാരിസൺ വിത്ത് സർക്കുലർ ടാങ്ക്സ് വിത്ത് ഹൊറിസോണ്ടൽ റേഡിയൽ ഓർ സ്പൈറൽ ഫ്ലോ. അതായത് ഹൊറിസോണ്ടലും റേഡിയലും ആയിട്ട് നമുക്ക് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ ഓർ സർക്കുലർ ഷേപ്പിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ജനറലി റെക്റ്റാങ്കുലർ ടാങ്ക്സ് വിത്ത് ഹൊറിസോണ്ടൽ ഫ്ലോ ആണ് നമ്മൾ മോർ പ്രിഫറബിളായിട്ട് ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട്, അതിൻ്റെ ഒരു ബേസിസിൽ റെക്റ്റാങ്കുലർ ടാങ്ക്സ് വിത്ത് ഹൊറിസോണ്ടൽ ഫ്ലോ ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇത്തരത്തിലൊരു സെഡിമെൻറ്റേഷൻ ടാങ്ക് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് ഓർ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർലി അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ബേസിസിൽ ഡിസൈൻ ചെയ്തിട്ടാണ് കണ്ടെത്തുന്നത്. നമ്മൾ യൂഷ്വലി ഒരു ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പണൻസിൻ്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ സൈസ്, ഫീച്ചേഴ്സ് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനാണല്ലോ ഡിസൈനിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിൽ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻസും അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിയും അത്തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസ് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിസൈനിങ് എന്ന് പറയുന്നത്. സോ ഓരോ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലെയും അല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെൻറ്റ് കണ്ടീഷനും അനുസരിച്ച് നമ്മുടെ ഈ ഒരു ഡിസൈൻ ചെയ്ത് കണ്ടെത്തുന്ന വാല്യൂസിൽ മാറ്റമുണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്, നമുക്ക് എത്രത്തോളം വെള്ളമാണ് അവിടെ വരുന്നത്, ഇതിൻ്റെ എല്ലാം ബേസിസിലായിരിക്കും നമ്മൾ ഈ ഒരു ഡിസൈനിങ് ഫോർമാറ്റ് അല്ലെങ്കിൽ പ്രൊസീജിയർ വർക്കൗട്ട് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്, എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണ് ഡിസൈനിങ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് വെച്ചിട്ട് നമുക്ക് നോർമൽ കണ്ടീഷനിൽ ഏകദേശം 70% സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. വിത്തൗട്ട് ഒരു കെമിക്കൽ ഏജൻറ്റ് നമുക്കൊരു 70% സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ്റെ ബേസിസിൽ റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ടൈപ്സ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ആൾറെഡി പറഞ്ഞു ഹൊറിസോണ്ടൽ ടാങ്ക്സും അതുപോലെ തന്നെ സർക്കുലർ ടാങ്ക്സും എല്ലാം ഉണ്ടെന്ന്. സോ ഇവിടെ നമുക്കതിൻ്റെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന്. ബേസിക്കലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ഹൊറിസോണ്ടൽ ഫ്ലോ ടാങ്ക്സ് ആൻഡ് വെർട്ടിക്കൽ ഓർ അപ്പ് ഫ്ലോ ടാങ്ക്സ്. ഹൊറിസോണ്ടൽ ഫ്ലോ ചെയ്യുന്നതും അതുപോലെ തന്നെ വെർട്ടിക്കലി അല്ലെങ്കിൽ അപ്പ് ഫ്ലോ ആയിട്ട് ഫ്ലോ ഡയറക്ഷൻ വരുന്നതുമായിട്ടുള്ള രണ്ട് ബേസിക് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്ക്സിന് കൊടുത്തിട്ടുള്ളത്. രണ്ടിലും നമുക്ക് റെക്റ്റാങ്കുലർ ഓർ സർക്കുലർ കൈൻഡ് ഓഫ് ടാങ്ക്സ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ ഫ്ലോ ടാങ്ക് ആണ്. ഹൊറിസോണ്ടൽ ഫ്ലോ ടാങ്കിൽ നമ്മളുടെ ഒരു ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ത്രൂ ഔട്ട് സെക്ഷനിൽ, അതായത് ഇതിൻ്റെ ഒരു വാട്ടർ ഡെപ്തിൻ്റെ ഏതൊരു പോയിൻ്റ് എടുത്താലും അവിടെയെല്ലാം നമുക്കൊരു ഈക്വൽ വെലോസിറ്റി എൻഷുർ ചെയ്യാൻ സാധിക്കണം. അതൊരു പെർട്ടിക്കുലർ പോയിൻ്റ് എടുത്തിട്ട് അവിടെ നിന്നുള്ളൊരു വെർട്ടിക്കൽ ലൈൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഈക്വൽ വെലോസിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അതായത് മെറ്റീരിയൽസിൻ്റെ സെറ്റിലിംഗ് എൻഷുർ ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റിലിംഗ്
പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ആ ത്രൂ ഔട്ട് വേർട്ടിക്കൽ ഡയറക്ഷനിൽ എന്തായിരിക്കണം, വെള്ളത്തിൽ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് സെയിം ആയിരിക്കണം. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിലി അവിടെ ഒരു സെറ്റിലിംഗ് എൻഷുർ ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ടാങ്ക്സ് വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലോ ആൻഡ് സെക്കൻഡ് വൺ സർക്കുലർ ടാങ്ക് വിത്ത് റേഡിയൽ ഫ്ലോ വിത്ത് സെൻട്രൽ ഫീൽഡ്. ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ടൈപ്പിൽ വരുന്നത്. അതായത് ഹൊറിസോണ്ടൽ ഫ്ലോ ടാങ്കിൽ രണ്ട് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. റെക്ടാങ്കുലർ ടാങ്ക് വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലോ, സെക്കൻഡ്ലി സർക്കുലർ ടാങ്ക് വിത്ത് റേഡിയൽ ഫ്ലോ വിത്ത് സെൻട്രൽ ഫീൽഡ്. ഈ ഒരു റെക്ടാങ്കുലർ ടാങ്ക് വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിഗറിൽ നോക്കാം. ഇതിൽ കാണുന്ന ഫസ്റ്റ് ഫിഗറാണ് ഈ പറഞ്ഞ ആദ്യത്തെ ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. അതായത് ഇതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഇൻഫ്ലുവൻറ്റ് ഇൻലെറ്റ് കാണാം. അതായത് ഒരു സൈഡിലൂടെയാണ് ഫ്ലോ ഇൻടേക്ക് എടുക്കുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്ന വെള്ളം ഈ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് വരുന്നത് ഒരു പെർട്ടിക്കുലർ സൈഡിൽ നിന്നാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടോപ്പിൽ കാണാം എഫ്ലുവൻറ്റ് ലൈൻ. അതായത് നമ്മുടെ ഈ ഒരു ടാങ്കിൽ നിന്നും വാട്ടർ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത് എക്സ്ട്രീം എൻഡിലാണ്. സോ ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ള ടാങ്കാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്ക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഓരോ കോമ്പണൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് ഇൻഫ്ലുവൻറ്റ് ലൈൻ അല്ലെങ്കിൽ ഇൻഫ്ലോ ലൈൻ കാണാം. അവിടെ നിന്ന് നമ്മളൊരു സ്ലഡ്ജ് വിത്ഡ്രോവൽ പൈപ്പിൻ്റെ ഒരു സെക്ഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം. അവിടെ നമ്മളൊരു വി ഷേപ്ഡ് ആയിട്ടുള്ളൊരു ഹോപ്പർ ഏരിയ, സ്ലഡ്ജ് ഹോപ്പർ യൂണിറ്റ് നമുക്ക് കാണാം. ദെൻ അതിനെ തുടർന്ന് ഇങ്ങോട്ട് റെക്റ്റാങ്കുലർ സെക്ഷനായിട്ടുള്ളൊരു ടാങ്ക് നമുക്കവിടെ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഡ്രൈവ് യൂണിറ്റ്, കൺട്രോളബിൾ യൂണിറ്റ്സ് കാണാം. ദെൻ അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് വാട്ടർ ഡെപ്ത്ത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോ ഡയറക്ഷൻ, ഹൊറിസോണ്ടൽ ഫ്ലോ ഡയറക്ഷൻ ആണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് എബോ ഒരു ഫ്രീ ബോർഡ്, ഏകദേശം ഒരു 0.3 മീറ്ററിൻ്റെ ഒരു ഫ്രീ ബോർഡും അവിടെ കാണിച്ചിട്ടുണ്ട്. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവർഫ്ലോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന അഡീഷണൽ ഹൈറ്റിനാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലൊരു അറേഞ്ച്മെൻറ്റാണ് ഈ ഒരു ടൈപ്പിൽ കാണിച്ചിട്ടുള്ളത്. സോ വാട്ടർ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എൻ്റർ ചെയ്യും. ദെൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളത്തിനെ റിട്ടാർഡ് ചെയ്ത് നിർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെറ്റിലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യും. ആ സെറ്റിലിംഗ് പാർട്ടിക്കിൾസിനെ നമ്മുടെ സ്ലഡ്ജ് ഹോപ്പ് യൂണിറ്റ് വഴി പൈപ്പിലൂടെ നമ്മൾ പുറത്തേക്ക് പമ്പ് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം റിമൈനിങ് വാട്ടർ അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ നമ്മൾ റൈറ്റ് സൈഡിലുള്ള എഫ്ലുവൻറ്റ് ലൈനിലൂടെ ഔട്ട് സൈഡിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ട് ടൈപ്പ് ടാങ്ക്സ് ആണ് ഇതിൽ സബ്ബായിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് കേസിലെ ഫസ്റ്റ് വണ്ണാണ് റെക്റ്റാങ്കുലർ ടാങ്ക് വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇൻ്റർമിറ്റൻറ്റ് ടൈപ്പ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്കും കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് സെഡിമെൻറ്റേഷൻ ടാങ്കും. ഇൻ്റർമിറ്റൻറ്റ് ടൈപ്പ് സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫ്ലോ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് വരുന്ന വെള്ളം അവിടെ നിന്നും നെക്സ്റ്റ് യൂണിറ്റിലേക്ക് കണ്ടിന്യൂസ് ആയി പോകുന്നില്ല. അതിന് പകരമായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ പ്രോസസ്സെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നൊരു സിറ്റുവേഷൻ വരും. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു സ്ലഡ്ജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ സ്ക്രാപ്പേഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ ഇവിടെ നമ്മൾ ഈ ഒരു വെള്ളം ഈ ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഏകദേശം ഒരു 24 ഹവേഴ്സാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആ ഒരു റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഓട്ടോമാറ്റിക്കലി സെറ്റിൽ ഡൗൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു യൂഷ്വൽ പ്രൊസീജിയറിൽ നമ്മൾ ആ ടാങ്ക് മാനുവലി ക്ലീൻ ചെയ്യുന്ന ആ ഒരു നോർമൽ മെത്തേഡിൽ ഇതിൽ നിന്നും സ്ലഡ്ജ് ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ളതിനെ റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ടൈപ്പ് സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്കൊരു മെക്കാനിക്കൽ സിസ്റ്റം ഇല്ല. സോ മാനുവലി നമ്മൾ അതിന് വേണ്ട ടൈം എടുത്ത് സ്ലഡ്ജിനെ റിമൂവ് ചെയ്ത് ആ വെള്ളത്തിനെ നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക്
ട്രാൻസ്ഫർ ചെയ്യുന്നൊരു മെത്തേഡാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലോ കണ്ടിന്യൂസ് അല്ല, ഇൻ്റർമിറ്റൻ്റ് ആണ്. അവിടെ ഒരു ടൈം ഗ്യാപ്പ് എടുക്കും. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ലഡ്ജിനെ റിമൂവ് ചെയ്തിട്ടാണ് ഫർദർ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വീണ്ടും നമ്മൾ വെള്ളത്തിനെ കളക്ട് ചെയ്യും, അതിൻ്റെ സെറ്റിലിംഗ് ടൈം അവിടെ മെയിൻറ്റെയിൻ ചെയ്യും, അതിനുശേഷം വെള്ളം ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ഈ ഒരു ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള സ്ലഡ്ജിനെ നമ്മൾ റിമൂവ് ചെയ്യും, ടാങ്ക് ക്ലീൻ ചെയ്യും, എഗെയിൻ വെള്ളത്തിനെ കളക്ട് ചെയ്യും. ആ ഒരു മെത്തേഡിലാണ് ഇൻ്റർമിറ്റൻറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്കിങ്ങിൻ്റെ വർക്കിംഗ് നടത്തുന്നത്. സെക്കൻഡ് വൺ കണ്ടിന്യൂസ് ഫ്ലോ ഹൊറിസോണ്ടൽ ടൈപ്പ് ടാങ്കാണ്. കണ്ടിന്യൂസ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മെക്കാനിക്കൽ സ്ക്രാപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇൻലെറ്റിലൂടെ വെള്ളം വരും. ആ വെള്ളം നമ്മൾ വെലോസിറ്റി സ്ലോ ഡൗൺ ചെയ്ത് അതിൻ്റെ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്ത് പതുക്കെ അതിൻ്റെ ഔട്ട്ഫ്ലോ യൂണിറ്റിലൂടെ, അതല്ലെങ്കിൽ എഫ്ലുവൻറ്റ് യൂണിറ്റിലൂടെ നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ഒരു ടൈം ഡിലേ, അതായത് ഇവിടെ ഈ വെലോസിറ്റി നമ്മൾ റിട്ടാർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ സെറ്റിലബിൾ മെറ്റീരിയൽസ് എല്ലാം അവിടെ സസ്പെൻഡഡ് അല്ലെങ്കിൽ സെറ്റിലബിൾ മെറ്റീരിയൽസ് അവിടെ സെറ്റിൽ ഡൗൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ മെക്കാനിക്കൽ സ്ക്രാപ്പേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ ഓൺ ടൈം ഔട്ട് സൈഡിലേക്ക് പമ്പ് ചെയ്ത് റിമൂവ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. സോ അതുകൊണ്ട് അവിടെ ഒരു ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഇല്ല, കണ്ടിന്യൂസ്ലി വാട്ടർ ഫ്ലോയിങ് ആണ്. ആ ഫ്ലോയുടെ ഇടയിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഫ്ലോ വെലോസിറ്റി ബാലൻസ്ഡ് അല്ലെങ്കിൽ കൺട്രോൾഡ് ആയതുകൊണ്ട് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യും. അതിനെ നമ്മൾ മെക്കാനിക്കൽ സ്ക്രാപ്പേഴ്സ് ഉപയോഗിച്ച് കളക്ട് ചെയ്ത് ഒഴിവാക്കും. സോ അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ടാങ്ക്സ് എന്നതിനെ പറയുന്നത്. ദെൻ ഇതിൽ വരുന്ന സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ ടാങ്ക് വിത്ത് റേഡിയൽ ഫ്ലോ വിത്ത് സെൻട്രൽ ഫീഡ്. നമ്മൾ പറഞ്ഞത് റെക്റ്റാങ്കുലർ ടാങ്ക് ആണ്. സെക്കൻഡ് ടൈപ്പാണ് സർക്കുലർ ടാങ്ക് വിത്ത് സെൻട്രൽ ഫീഡ്. അതാണ് ഫിഗർ 9.6 എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഇൻലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ സെക്ഷനിലേക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിൽ നിന്നും വേർട്ടിക്കലിയാണ് ഫ്ലോ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ ആ വെള്ളത്തിൻ്റെ ഡയറക്ഷൻ അവിടെ എത്തുന്നു. അവിടെ അതിൻ്റെ ടോപ്പിലായിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ്, അതായത് ഇൻഫ്ലുവൻറ്റ് വെല്ലിൽ നിന്നും അതിൻ്റെ ഔട്ട് സൈഡിലേക്ക്, അതായത് ഈ ഒരു പൈപ്പിൻ്റെ ചുറ്റുഭാഗത്തേക്കും റേഡിയൽ ഫ്ലോ ആയിട്ടാണ് ഈ ഒരു വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഈ ഒരു മെയിൻ ഇൻഫ്ലുവൻറ്റ് പൈപ്പിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് സ്ലഡ്ജ് സമ്പ് എന്ന് മാർക്ക് ചെയ്തത് കാണാൻ പറ്റും. റൈറ്റ് സൈഡ് ബോട്ടത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വെള്ളം ഇൻഫ്ലുവൻറ്റ് വെല്ലിൽ നിന്നും ഇതിൻ്റെ ടാങ്ക്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സെയിം സമയത്ത് അവിടെ നിന്നും നമ്മുടെ സ്ലഡ്ജ് അതിൻ്റെ സൈഡിലൂടെ ഈ ഒരു സൈഡിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ നമ്മൾ സ്ലഡ്ജ് പമ്പ് വഴിയാണ് സ്ലഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ വാട്ടർ നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഔട്ട് സൈഡ് എഫ്ലുവൻറ്റ് പൈപ്പിലൂടെ നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ അവിടെയാണ് സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക് വിത്ത് സെൻട്രൽ ഫീഡിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു സർക്കുലർ ടാങ്കിൻ്റെ കേസിൽ തന്നെ വരുന്ന ഒരു ടൈപ്പും കൂടിയുണ്ട്. അതായത് പെരിഫറൽ ഫീഡ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് സെൻട്രൽ ഫീഡാണ്. അതായത് ഈ ഒരു ടാങ്കിൻ്റെ സെൻട്രൽ യൂണിറ്റിലൂടെയാണ് നമ്മൾ വെള്ളം ഇൻടേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലോ വരുന്നത്. അവിടെ നിന്നും നമ്മൾ റേഡിയൽ ഡയറക്ഷനിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് വെള്ളത്തിന് നമ്മൾ സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ സെറ്റിലിംഗ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെക്കൻഡ് ടൈമിൽ വെള്ളം നമ്മൾ പെരിഫറൽ ഫീഡ് വഴിയാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് 9.7. അതായത് ഇൻഫ്ലുവൻറ്റ് ലൈനും എഫ്ലുവൻറ്റ് ലൈനും ഏകദേശം ഒരു ലൈൻ ബേസിസിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബോട്ടത്തിലൂടെയാണ് നമ്മൾ സ്ലഡ്ജ് റിമൂവ് ചെയ്യുന്നത്. അതായത് റേഡിയലി അപ്ഫ്ലോ ഡയറക്ഷനിലല്ല വെള്ളം കളക്ട് ചെയ്യുന്നത്. നമ്മൾ റെക്റ്റാങ്കുലർ ടാങ്കിൽ കളക്ട് ചെയ്ത പോലെ തന്നെ ഒരു സൈഡിലൂടെ നമ്മൾ ഇൻഫ്ലുവൻറ്റ് ഫ്ലോ വരുന്നുണ്ട്. അവിടെ ബാരിയേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വെള്ളം ആ ബാരിയേഴ്സിൻ്റെ അവിടെ എത്തുന്നതോടുകൂടി വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യും അല്ലെങ്കിൽ ബാലൻസ്ഡ് ആവും. അങ്ങനെ വെള്ളം നെക്സ്റ്റ് ഫർദർ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നൊരു സമയത്ത് സസ്പെൻഡഡ് മാറ്റേഴ്സ് അവിടെ സെറ്റിൽ ചെയ്യും. ദെൻ എഫ്ലുവൻറ്റ് ഔട്ട്ഫ്ലോ നടക്കും. ബോട്ടത്തിലൂടെ നമ്മൾ സ്ലഡ്ജ് റിമൂവ് ചെയ്യും. ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ സർക്കുലർ പെരിഫറൽ ഫീഡ് സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ സെൻട്രൽ ഫീഡ് ആയിരുന്നു ബോട്ടം ടു ടോപ്പ് ഡയറക്ഷനിൽ. ഈ കേസിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ. സ്ലഡ്ജ് റിമൂവൽ എന്ന് പറയുന്നത് ബോട്ടം സെക്ഷനിലാണ്. ജസ്റ്റ് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈസിലി കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ്
നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ ഫ്ലോ ടാങ്ക് ആയിരുന്നു, സെക്കൻഡ് വൺ വെർട്ടിക്കൽ ഓർ അപ്പ് ഫ്ലോ ടാങ്ക് ആണ്. സോ ഇനി പറയാനുള്ളത് വെർട്ടിക്കൽ ഓർ അപ്പ് ഫ്ലോ സെറ്റിലിംഗ് ടാങ്ക് ആണ്. ജസ്റ്റ് നമുക്കൊരു ഫിഗർ വെച്ച് തന്നെ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിഗർ 9.8 ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മളൊരു നോർമൽ ഇപ്പോൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള റെക്റ്റാങ്കുലർ സെക്ഷനൊക്കെ പകരം അതിൻ്റെ പ്ലാനിൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ സർക്കുലർ സെക്ഷനാണ് ഉണ്ടായിരിക്കുക. അതിലും ഉപരി ഒരു ഹോപ്പ് ബോട്ടം ആയിരിക്കും ഇത്തരം ടാങ്ക്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഒരു ഹോപ്പർ ബോട്ടം ഷേപ്പ്ഡ് ആയിട്ടുള്ള ടാങ്ക്സ് ആണ് പൊതുവെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പ് ഫ്ലോ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ. അപ്പ് ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. അതായത് ഫ്ലോ ഇൻലെറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ബോട്ടം ടു ടോപ്പ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ്ലി പമ്പ് ചെയ്ത് മുകളിലേക്കുള്ള ഡയറക്ഷനിൽ കൊടുക്കുന്നുണ്ട്. സെയിം ടൈം ഈ ഒരു വെലോസിറ്റി അവിടെ നമ്മൾ റിട്ടാർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിലുള്ള സെറ്റിലബിൾ മെറ്റീരിയൽസ് ഓൾറെഡി അല്ലെങ്കിൽ നോർമലി സെറ്റിൽ ഡൗൺ ചെയ്യും. അങ്ങനെ സെറ്റിൽ ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ അവിടെ സെറ്റിൽഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനുള്ള പൈപ്പ്സും കാര്യങ്ങളും അവിടെ ബോട്ടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് ബോത്ത് ഡയറക്ഷനിൽ നമുക്ക് ഔട്ട് ഫ്ലോ യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് വെള്ളം താഴത്തുനിന്ന് മുകളിലേക്കാണ് വരുന്നത്. സോ ആ സമയത്ത് തന്നെ ആ പമ്പിങ്ങിൻ്റെ ഫോഴ്സും വെലോസിറ്റി ബാലൻസിങ്ങും കാരണം നമുക്ക് സൈഡിലേക്ക് സസ്പെൻഡഡ് പാർട്ടിക്കിൾസിന് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ താഴത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പൈപ്പിലൂടെ റിമൂവ് ചെയ്യും. വെള്ളം നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോകുന്നത് ടോപ്പ് ഡയറക്ഷനിലായിരിക്കും. ഇത്രയാണ് സെഡിമെൻറ്റേഷൻ ടാങ്ക്സിൻ്റെ ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ കോൺസെപ്റ്റ് ഓഫ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക്. നമ്മൾ ആൾറെഡി പറഞ്ഞു നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട് ഡയമെൻഷൻസ് ആൻഡ് കപ്പാസിറ്റി എന്ന്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്, ഇക്വേഷൻസ് എന്തൊക്കെയാണ്, സ്റ്റാൻഡേർഡ് വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഓവർഫ്ലോ റേറ്റ് ഓർ സർഫസ് ഫ്ലോ റേറ്റ്. ഓവർഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പാസിംഗ് പെർ ഹവർ പെർ യൂണിറ്റ് ഏരിയ ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്. ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലൂടെ പെർ ഹവർ പാസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഓവർഫ്ലോ റേറ്റ് അല്ലെങ്കിൽ സർഫസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് V0 എന്നാണ്. അതിൻ്റെ ഇക്വേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. V0 ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ സർഫസ് ഏരിയ എന്നാണ്. ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു Q ആൻഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു B ഇൻറ്റു L. സോ നമുക്ക് ഈ ഒരു ഡിസ്ചാർജിനെ വോളിയം ബൈ ടൈം എന്ന് കൊടുക്കാൻ പറ്റും. സോ ക്യൂവിന് പകരം നമുക്ക് V/T എന്ന് കൊടുക്കാം. സോ V0 ഈസ് ഈക്വൽ ടു V/T ഡിവൈഡ് ബൈ BL എന്ന് വരും. വോളിയത്തിന് നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളൊരു കൺവേർഷൻ കൊടുക്കുമ്പോൾ BL ഇൻറ്റു D മീൻസ് ഡെപ്ത് ഓർ ഹൈറ്റ്, അങ്ങനെ ഒരു കൺവേർഷൻ നമുക്ക് വോളിയത്തിന് കൊടുക്കുമ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ V0 ഈസ് ഈക്വൽ ടു D/T എന്ന് കിട്ടും. അതായത് V0 ഓവർഫ്ലോ ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ സർഫസ് ഏരിയ ആണ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ Q ആണ്, സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B ഇൻറ്റു L ആണ്. ആ ഡിസ്ചാർജ് ക്യൂവിന് നമ്മൾ വോളിയം ബൈ ടൈം എന്ന് കൊടുത്തു. അതിൽ വോളിയത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു LBH എന്നുള്ള ഫോർമുലേഷൻ. ദെൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് D/T എന്ന് കിട്ടും. സോ V0 ഈസ് ഈക്വൽ ടു D/T. അതാണ് ഓവർഫ്ലോയുടെ ഇക്വേഷൻ. ഇതിൻ്റെ ഒരു വാല്യൂ 500 to 750 ലിറ്റർ പെർ ഹവർ പെർ മീറ്റർ സ്ക്വയർ ഫോർ ടൈപ്പ് 1 സെറ്റിലിംഗ് ആൻഡ് 1000 to 1250 ലിറ്റർ പെർ ഹവർ പെർ മീറ്റർ സ്ക്വയർ ഫോർ ടൈപ്പ് 2 സെറ്റിലിംഗ് എന്ന് കാണിച്ചിട്ടുണ്ട്. ടൈപ്പ് 1 സെറ്റിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലെയിൻ സെഡിമെൻറ്റേഷനെയാണ് ടൈപ്പ് 1 സെറ്റിലിംഗ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് ശേഷം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ. നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്ത്
നടത്തുന്ന ആ ഒരു സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് അതിനെയാണ് ടൈപ്പ് 2 സെറ്റിലിംഗ് എന്ന് പറയുന്നത്. സോ രണ്ട് കേസിലും വരുന്ന ഓവർഫ്ലോ റേറ്റ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു വാല്യൂ റേഞ്ചിലായിരിക്കും നമുക്ക് V0 എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. സെക്കൻഡ് ഫാക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്താണ്. യൂഷ്വലി ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.8 to 6 മീറ്റർ റേഞ്ചിലാണ് ഡെപ്ത്ത്, സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡെപ്ത്ത് ഉണ്ടായിരിക്കുക. യൂഷ്വലി 3 to 4.5 മീറ്റർ റേഞ്ചിലായിരിക്കും. ബട്ട് 1.8 to 6 മീറ്റർ വരെ നമുക്ക് സെഡിമെൻറ്റേഷൻ ടാങ്കിന് ഡെപ്ത്ത് കൊടുക്കാൻ പറ്റും ജനറലി. അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ കൺസിഡറേഷൻ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 3 to 4.5 ആണ് അതിൻ്റെ ഒരു ആവറേജ് ഡെപ്ത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ സ്ക്രാപ്പേഴ്സ് ഇല്ലാത്ത സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ കേസിൽ നമുക്ക് ബോട്ടത്തിൽ ഒരു സ്ലഡ്ജ് സോൺ കൂടി അഡീഷണലി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതായത് സ്ലഡ്ജിന് ഡിപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലഡ്ജ് സോൺ. ഏകദേശം അതിന് 0.8 to 1.2 മീറ്ററാണ് ഡെപ്ത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രീ ബോർഡ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 0.5 മീറ്ററാണ് ഫ്രീ ബോർഡിന് നമ്മൾ കൊടുക്കുന്നൊരു ഡെപ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിലുള്ള ഓവർഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അഡീഷണൽ ഹൈറ്റ് എന്ന രീതിയിൽ ഫ്രീ ബോർഡ് കൊടുക്കുന്നത്. തേർഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റൻഷൻ പീരിയഡാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞു, നമ്മൾ വെള്ളം സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിലനിർത്തുന്ന ആ ഒരു സമയത്തിനെയാണ് ഡിറ്റൻഷൻ പീരിയഡ് എന്ന് പറയുന്നത്. ദ ടൈം വാട്ടർ റിട്ടാർഡ് ഇൻ ടാങ്ക്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ഈസ് ഈക്വൽ ടു വോളിയം ഓർ കപ്പാസിറ്റി ഓഫ് ടാങ്ക് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഫ്ലോ ഓർ ഡിസ്ചാർജ്. റെക്ടാങ്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ T ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ബൈ ഡിസ്ചാർജ് എന്ന് പറയുന്നത് C ഡിവൈഡ് ബൈ Q എന്നെടുക്കാം. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ആണ്, സോ LBH എന്ന് കൺസിഡർ ചെയ്യാം, ഡിവൈഡ് ബൈ Q. T ഈസ് ഈക്വൽ ടു LBH ബൈ Q. സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് താഴത്ത് കാണിച്ചിട്ടുള്ളത്. T ഈസ് ഈക്വൽ ടു D സ്ക്വയർ ഇൻറ്റു 0.011 D പ്ലസ് 0.785 H ഡിവൈഡ് ബൈ Q. ടൈപ്പ് 1 സെറ്റിലിംഗ് ടാങ്കിലാണെങ്കിൽ ഈ ഒരു ഡിറ്റൻഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 to 8 hours, 4 മുതൽ 8 മണിക്കൂർ വരെയാണ് ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്. ടൈപ്പ് 2 സെറ്റിലിങ്ങിൻ്റെ കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ ടൈപ്പ് 2 സെഡിമെൻറ്റേഷൻ ടാങ്ക്സിൻ്റെ കേസിൽ 2 to 4 hours, 2 മുതൽ 4 മണിക്കൂർ വരെയാണ് ഡിറ്റൻഷൻ പീരിയഡ് എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ടാങ്ക് ക്യാപിറ്റൽ B. ഇത് യൂഷ്വലി ലെസ് ദാൻ 12 മീറ്റർ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹൊറിസോണ്ടൽ ഫ്ലോ വെലോസിറ്റി V. ലാസ്റ്റ് ഫാക്ടർ ഇതാണ്. V ഈസ് ഈക്വൽ ടു L ബൈ T. L ഈസ് ദി ലെങ്ത് ആൻഡ് T ഈസ് ദി ടൈം. ഹൊറിസോണ്ടൽ ഫ്ലോ വെലോസിറ്റിയുടെ വാല്യൂ ഏകദേശം 0.15 to 0.9 മീറ്റർ പെർ മിനിറ്റ് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. യൂഷ്വലി 0.3 മീറ്റർ പെർ മിനിറ്റ് ആണ് നമ്മൾ ഇതിന് കൺസിഡർ ചെയ്യുന്നൊരു വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയും ഫാക്ടേഴ്സ്, ഏകദേശം 5 ഫാക്ടേഴ്സാണ് ഡിസൈൻ കൺസിഡറേഷൻസ് ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 പ്രോബ്ലംസ് അല്ലെങ്കിൽ 2 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. റെക്റ്റാങ്കുലർ, സർക്കുലർ, അതിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻ, കണ്ടിന്യൂസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ്, അത്തരത്തിലുള്ള ആ എല്ലാ ക്ലാസിഫിക്കേഷൻസ് വിത്ത് അതിൻ്റെ ഒരു ബേസിക് ഫിഗർ. കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫിഗർ വേണ്ട, പക്ഷേ അതിൻ്റെ ഇൻഫ്ലോ, സ്ലഡ്ജ് റിമൂവിങ് ഡയറക്ഷൻ, അതിൻ്റെ ഡെപ്ത്ത്, വാട്ടർ ഡെപ്ത്ത്, ഫ്രീ ബോർഡ്, അതുപോലെ തന്നെ ഔട്ട്ഫ്ലോ ഡയറക്ഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ബേസിക് ഡ്രോയിങ് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് അതിനുള്ള ഫിഗേഴ്സ് വരയ്ക്കാം. സോ അത്തരത്തിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് എന്തൊക്കെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില കേസിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് ഡിസൈൻ കൺസിഡറേഷൻസ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്. ഇനി അങ്ങോട്ടുള്ള പല മൊഡ്യൂളും ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് കോമ്പണൻസിന് ഡിസൈൻ കൺസിഡറേഷൻസ് വരുന്നുണ്ട്. സോ മേ ബി 5 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഡിസൈൻ കൺസിഡറേഷൻസ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സെക്ഷൻ. സോ ഇത് പറയുമ്പോൾ
ബേസിക്കലി സെഡിമെൻറ്റേഷൻ എന്താണ്, നമ്മളവിടെ ഉപയോഗിക്കുന്ന സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്താണ്, അതിലുള്ള ഓരോ വാല്യൂസ്, ഡിറ്റൻഷൻ പീരിയഡ്, ഫ്ലോ വെലോസിറ്റി, അതൊക്കെ എന്താണെന്ന് പറയുക. അതിനുശേഷം ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 5 ഫാക്ടേഴ്സ് അത് ഓരോന്നും ഇതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എത്രയാണ്, എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് എന്താണെന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈനിങ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു സെക്ഷനാണ് സെഡിമെൻറ്റേഷൻ ടാങ്ക് ഡിസൈൻ. അതാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത വാല്യൂസ് അല്ലെങ്കിൽ ഡിസൈൻ കൺസിഡറേഷൻസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നെക്സ്റ്റ് സെഷൻ ഈസിലി മനസ്സിലാക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.